ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒന്നുകൂടെ സ്തുതി. ഹല്ലേലൂയ. ചില ആൾക്കാർ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞേ, അച്ഛനിങ്ങനെ സ്തുതിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുകയല്ല, ഒന്നുകൂടെ സ്തുതിക്കാൻ പറയുമ്പോൾ എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടെ സ്തുതി പറഞ്ഞത് കേട്ടോ. കുഞ്ഞുങ്ങളെ നിങ്ങൾ അച്ഛൻ പറഞ്ഞ ആദ്യം അപ്പം തന്നെ അനുസരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ചില ആൾക്കാരൊക്കെ സ്തുതിയൊക്കെ ചില മടിയുള്ള ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു. നിങ്ങൾ ഈ ടോക്ക് 5 മണിക്കാണ് കാണുന്നതെങ്കിൽ ആ സമയത്ത് ഞാൻ കൺവെൻഷൻ നടക്കുന്ന കരിമണ്ണൂർ പള്ളിയിലായിരിക്കും. നീ സമയത്ത് 5:30 6 മണിക്ക് ആരെങ്കിലും ടോക്ക് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി കരിമണ്ണൂർക്ക് പോരാ കേട്ടോ. പുറത്തൊന്നും വരണ്ട, പരിസര പ്രദേശത്തു നിന്നൊക്കെ ഉള്ളത് കേട്ടോ. കർത്താവിൻ്റെ വലിയ കരുണ കൺവെൻഷനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ ADHD ഉള്ള കുട്ടികളൊക്കെ ഇല്ലേ, അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് കുട്ടികൾ അങ്ങനത്തെ പിള്ളേർക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയല്ല. പേരൻസ് ഒരുപാട് അവർക്ക് കഷ്ടപ്പാടല്ല, അവർക്ക് സ്നേഹത്തിൻ്റെ പുറത്താണ്. സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊന്നും കഷ്ടപ്പാടല്ല, പക്ഷേ ഒരു ഞെരുക്കം ഉണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പേരൻസിന് അതിൻ്റെ ആ ഒരു മാനേജ് ചെയ്യാൻ ഒരു പ്രത്യേക കൃപയെ കിട്ടണം. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. ഒരുപാട് പേര് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു, പലതവണ മെസ്സേജൊക്കെ അയച്ചവരുണ്ട്. അപ്പം അതിനകത്ത് നല്ല വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ അവിടെ ഇടപെടണമേ, പരിശുദ്ധമ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ, ഇവിടെ പിള്ളേർക്കൊന്നും അങ്ങനെ വരാതിരിക്കട്ടെ കർത്താവേ. പിന്നെ അതേപോലെ തന്നെ വന്ന അങ്ങനത്തെ കുഞ്ഞുങ്ങൾ അവർ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. അങ്ങ് ഇടപെടട്ടെ കർത്താവ്. മനസ്സറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജെറമിയ 33:6 ജെറമായ ചാപ്റ്റർ 33 വേഴ്സ് 6. അതിനും ഇതാണ് തലക്കെട്ട്. ഇതാണ് ദൈവം സമൃദ്ധമായി നൽകാൻ തയ്യാറാണെന്നുള്ളതാണ്. ബൈബിളിൽ പല കാര്യങ്ങൾ സമൃദ്ധമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വചനവും ജ്ഞാനവും സമൃദ്ധമായിട്ട് കർത്താവ് തരും. അതൊരു വചനമാണ്. കൃപയുടെ സമൃദ്ധി ഉണ്ട് അല്ലേ, അങ്ങനെ വചനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധമായി തരുന്ന മറ്റൊരു സംഗതിയാണ്. ദൈവത്തിന് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. ഈ ജെറമ്യ 33:3 എന്നെ വിളിക്കാൻ ഞാൻ ഉത്തരം വല്ല നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്. അപ്പോൾ അത് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അവർ ഇങ്ങനെ വീണ്ടും വാഗ്ദാനം, തിരിച്ചുവരവൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം അങ്ങനെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞാലും പിന്നെ അവസാനം ദൈവം കരുണ കാണിക്കും. എന്നിട്ട് ദൈവം പറയാണ് ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായിട്ട് കൂട്ടും. അപ്പം അതുകൊണ്ട് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന് യേശയ്യാ 26:12. നിങ്ങൾ എന്ത് ചോദിക്കുക, ഈശോ ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട് എപ്പോഴും വന്നാണ് നിങ്ങൾക്ക് സമാധാനം അല്ലേ. അപ്പൊ സമാധാനം കൊടുക്കുന്നത് ആരാ? ഈശോയാണ് സമാധാനം. ഈശോയിലെ സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ വിഷമങ്ങളിൽ നിന്നൊക്കെ ഉണ്ടെങ്കിലും ഈശോയിലേക്ക് തിരിഞ്ഞ് നമുക്ക് സമാധാനം കിട്ടും. അത് ചിന്തിച്ച് നോക്കിയേ, പ്രശ്നങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ സോൾവ് ആകുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന നമുക്കൊരു സമാധാനം ഉണ്ടാവും. അതാണ് സമാധാനം. ഈശോ തരേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം കടയിൽ പോയൊരു സാധനം മേടിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ തീർന്നാൽ മാത്രം കിട്ടുന്നൊരു സംഗതിയാണ് സമാധാനം അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് ഇറച്ചി ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, ചില പച്ചക്കറി എല്ലാം ഹോൾസെയിലാണ് ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ സമാധാനം. പിന്നെ ഭദ്രത എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എല്ലാ കാര്യത്തിലും അല്ലേ, സാമ്പത്തിക കാര്യം ഭദ്രത, നല്ല കുടുംബ ഭദ്രത എന്ന് പറഞ്ഞാൽ വേറെ ആക്രമണങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഭദ്രമാണ്, പൂട്ടി സൂക്ഷിച്ചിരിക്കുന്നത് ഭദ്രം. കാരണം ഒരു അപകടത്തിന് ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നിടത്ത് എല്ലാം പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് ഭദ്രത തരണം. അത് രൂപതയാണെങ്കിലും കോൺഗ്രിഗേഷൻ ആണെങ്കിലും കുടുംബമാണെങ്കിലും വ്യക്തിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ജോലിയിൽ അവർക്ക് ഭദ്രത അല്ലേ. പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല ആൾക്കാർ. അപ്പം അതുകൊണ്ട് ഇത് ഭദ്രത ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജെറമ്യ 33 നല്ലതാണ് കേട്ടോ. ഇപ്പോഴൊക്കെ വായിക്കുന്നത് നല്ലതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്. ഇത് കർത്താവ് ഇന്ന് സമാധാനവും ഭദ്രതയും സമൃദ്ധമായിട്ട് തരും. ഉറപ്പ്. വിശ്വസിച്ച് അങ്ങനെ സംഭവിക്കും. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന കർത്താവെ ടോക്ക് കാണുന്ന ഈ സമയത്ത് ഞാൻ കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചൊരിയപ്പെടുന്ന മുഴുവൻ അഭിഷേകം, അവിടെ നടക്കുന്ന ശക്തമായ കൃപയും ഡെലിവറൻസും എല്ലാം കർത്താവെ ഈ ടോക്ക് കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണേ കർത്താവേ. എൻ്റെ ദൈവം, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ഒരു വചനം സമാധാന ഭദ്രത അങ്ങയുടെ കൈവശ സമൃദ്ധിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് സമൃദ്ധിയായിട്ട് തരും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. ഈശോയുടെ നാമത്തിൽ ലഭിക്കട്ടെ എന്ന് എനിക്ക്. ഒപ്പം തന്നെ കർത്താവ് ADHD പോലെയുള്ള ബുദ്ധിമുട്ടുകൾ യേശു അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ പാരൻസിനെയും കർത്താവ് എന്ത് ചെയ്യണമെന്നറിയില്ല, ട്രീറ്റ്മെന്റ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, ആ മേഖലകളിൽ ശക്തമായ ഡെലിവറീസ് ഉണ്ടായി. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായുന്നു. അത്ഭുതകരമായ ഹീലിംഗ് അപ്പോസ്തലപ്രവർത്തനം 4:30 സംഭവിക്കട്ടെ എന്ന് ആശീർവദിക്കും. ലൂക്ക 6:19 അവനെ ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. മരുന്നിലൂടെ ഈശോ സുഖപ്പെടുത്തട്ടെ. ഡോക്ടർമാരിലൂടെ ഈശോ സുഖപ്പെടുത്തട്ടെ. കർത്താവെ, മറ്റ് ട്രെയിനിങ്ങോടെ എല്ലാം ഈശോ സുഖപ്പെടുത്തട്ടെ. തെറാപ്പികളോട് ഈശോ സുഖപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇത് ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് പ്രത്യാശ മുന്നോട്ട് വരാൻ പാരൻസിനെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ്. കുഞ്ഞുങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാല വരെ ബ്രെയിനടക്കമുള്ള ഓരോ കോശങ്ങളും യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ്. ഈശോയുടെ രക്തം, ഈശോയുടെ നാമം, ഈശോയുടെ വചനം, ഈശോയുടെ കുരിശിന്റെ അടയാളം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കട്ടെ കർത്താവ്. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.